ഹായ്, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഒട്ടും മനസ്സിലാക്കുന്നില്ല. പുള്ളിക്കാരൻ ഒട്ടും റൊമാൻറ്റിക് അല്ല, അവൾ എൻ്റെ ആഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ബിസിനസ്സിൻ്റെ തിരക്ക് മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഷെഡ്യൂൾ മനസ്സിലാക്കുന്നില്ല, ഒട്ടും ഒരു സപ്പോർട്ടീവ് അല്ല. പുള്ളിക്കാരൻ എന്നോട് മിണ്ടാൻ പോലും സമയമില്ല, ഫുൾ ടൈം വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, മറ്റുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള ആളുകളുമായിട്ട് ആണ് പുള്ളിക്കാരൻ ഏറ്റവും വലിയ താല്പര്യമുള്ളത്, എന്നോടല്ല. ഇങ്ങനെ പരാതികൾ നിത്യവും നൂറുകണക്കിന് ആളുകളുടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിനും മെസ്സേജായിട്ടും കോളായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അനുഭവമുള്ളൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത്? ഡിവോഴ്സ് റേറ്റ് നമ്മളത് ഭീകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ നിരാശപ്പെടുന്ന പല റിപ്പോർട്ടുകളും കേൾക്കേണ്ടി വന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഒരു 10ഓളം ഡിവോഴ്സായ കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. 10ഓളം. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിന്, കഴിഞ്ഞൊരു 4-5 മാസത്തിനിടയിലാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ 10ഓളം കേസുകൾ ഡിവോഴ്സിലേക്ക് പോകേണ്ടത് അറ്റൻഡ് ചെയ്യേണ്ടി വന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാരിറ്റൽ ലൈഫിൽ ഇത്രമാത്രം ഭീകരമായൊരവസ്ഥ സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ പ്രശ്നമുള്ളത്? എങ്ങനെയാണ് നമ്മൾ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്? നമ്മൾ പലപ്പോഴും പറയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടി, ജോലി കൂടി, അഹങ്കാരം കൂടി, ഈഗോയാണ്. ഒന്നുമല്ല, മറിച്ച് ഓരോ വ്യക്തിയും മാരേജിലേക്ക് കടക്കുന്നത് ഓരോ നീഡുമായിട്ടാണ്. ഒരു പുരുഷനായ ഞാൻ കല്യാണത്തിലേക്ക് പോകുന്നത് എനിക്കൊരു നീഡുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ നീഡുകൾ എൻ്റെ ഭാര്യയിലൂടെ ഫുൾഫില്ല് ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ കല്യാണത്തിലേക്ക് പോകുന്നത്. പെൺകുട്ടി ഒരു വിവാഹത്തിന് തയ്യാറാകുന്നതും, വിവാഹം എന്ന് പറയുന്നത് നിശ്ചയിക്കുമ്പോഴും, ഒരാളുമായിട്ട് അഫെയർ ആകുമ്പോഴും, പ്രണയിക്കുമ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്നത് ആ പെൺകുട്ടിയുടെ നീഡ്സ്, അവളുടെ ആഗ്രഹങ്ങൾ, അവരുടെ വിഷസ് മാരേജിലൂടെ ഫുൾഫില്ല് ചെയ്യപ്പെടുമെന്നുള്ളത്. രണ്ടുപേരും ഈ നീഡുമായിട്ടാണ് മാരേജിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ പരസ്പരം അറിയാനുള്ളൊരു ത്വര, പ്രണയത്തിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള അഭിഭാജ്ഞ അവസാനിക്കും. പിന്നീടാണ് റിയലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഈ നീഡ്സ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് നീഡുകളുണ്ട്. ഒരു പുരുഷൻ എന്ന രീതിയിൽ എൻ്റെ ഉള്ളിലുള്ള നീഡുകളുണ്ട്. എൻ്റെ ഭാര്യയുടെ ഉള്ളിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്ന നീഡുകളും ധാരാളം അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇത് ഫുൾഫില്ല് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ എന്താണ് ഒരു പുരുഷന് ഒരു ഭാര്യയിൽ നിന്ന് പൂർത്തീകരിക്കേണ്ട നീഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 നീഡുകൾ ഒരു പുരുഷന് പറയാൻ പറ്റും. ബാക്കിയുള്ളത് എന്താണെന്ന് പറയേണ്ടത് കൃത്യമായിട്ട് അവെയർ അല്ല, പക്ഷേ നീഡ് ഉള്ളിലുണ്ട്. ഒരു പെണ്ണ് ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1-2 കാര്യങ്ങൾ അവൾക്ക് പറയാനറിയും, ബാക്കിയുള്ളത് പറയാനറിയില്ല. പക്ഷെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അപ്പുറത്തുള്ള ഭർത്താവ് കാണിക്കുമ്പോഴായിരിക്കും അയ്യോ അങ്ങനെയാണല്ലോ എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിയുന്നത്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഒരാണിന് ബേസിക്കായിട്ട് ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊരു പുരുഷനിൽ നിന്ന് സ്ത്രീക്കും, സ്ത്രീയിൽ നിന്ന് പുരുഷനും കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫ് ലോങ് റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറുക തന്നെ ചെയ്യും. വളരെ കുറച്ച് ആളുകളുടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫ്. എങ്ങനെയാണത് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും നീഡ്സ് ഫുൾഫില്ല് ചെയ്യുകയാണ്. അതിൽ 1-2 നീഡ്, സെക്സ്, കെയർ, കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, അത് കൊടുക്കേണ്ട രീതി, അറിയേണ്ട രീതികളെല്ലാം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് കോഴ്സുകളുണ്ട്. MBBS ഉണ്ട്, നമ്മൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, എഞ്ചിനീയർ ആകാൻ കോഴ്സുണ്ട്, ഡോക്ടറാകാൻ കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. പക്ഷേ നല്ല ഭർത്താവാകാനുള്ള ഒരു കോഴ്സ് നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. നല്ല ഭാര്യയാകാനുള്ള ഒരു കോഴ്സ് എവിടെയും കിട്ടിയില്ല. ഒരു ജീവിതത്തിൻ്റെ അടിത്തറ, ബേസ് എന്ന് പറയുന്നത് നല്ല കുടുംബമാണ്. അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടറിവുകളും കണ്ടറിവുകളും അല്ലാതെ നമുക്ക് എന്തറിവാണ് ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ളത്? അറിയില്ല. എങ്ങനെയാണ് നല്ല ഭാര്യയാവേണ്ടതെന്നും, എന്താണ് ഒരു ഭാര്യയുടെ നീടെന്നും, എങ്ങനെയാണ് നല്ല ഭർത്താവാകേണ്ടതെന്നും, എന്താണ് ഒരു ഭർത്താവിൻ്റെ നീടെന്നും നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. കുറേ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളുടെ ഒരു അവ്യക്തമായിട്ടുള്ള കുറേ കോമ്പിനേഷനുകളല്ലാതെ നമുക്കൊന്നും അറിയില്ല. ഈ അവ്യക്തത ഫില്ല് ചെയ്യാൻ നടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച മുഴുവൻ ഉണ്ടാകുന്നതും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഈ അവ്യക്തത ക്ലിയർ ചെയ്യാൻ, അവ്യക്തത ഫുൾഫിൽ ചെയ്യാൻ നടക്കുമ്പോഴാണ്. അവ്യക്തതയുടെ പുറകെ അല്ല പോകേണ്ടത്. സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭാര്യയായിട്ട്, നിങ്ങളുടെ ഭർത്താവുമായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെൽക്കം. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ
കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു പുരുഷൻ്റെ നീഡുകൾ എന്തൊക്കെയാണ്, അവൻ്റെ പോലും പറയാനറിയാത്ത അവൻ്റെ ഉള്ളിലുള്ള നീഡുകൾ, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ നീഡുകൾ എന്തൊക്കെയാണ്, അത് സ്ത്രീക്ക് പോലും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയാത്ത സ്ത്രീയുടെ നീഡുകൾ ഓരോന്നോരോന്നായിട്ട് കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങളെ ഒരു ലൈഫ് ലോങ് റൊമാൻറ്റിക് ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് സെൽഫ് മാസ്റ്ററിക്ക് ശേഷം നിങ്ങൾക്ക് തിരയേണ്ടി വരില്ല. കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം, റൊമാൻറ്റിക് ലൈഫായിട്ട് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോകുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരുപാട് തവണ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനും റിസൻമെൻറ്റും നിരാശയും സങ്കടവുമായിട്ട് പോയി ദാമ്പത്യ ജീവിതം ഒരു നരകതുല്യമാകേണ്ടി വരുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. ദാമ്പത്യ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ല, പ്രേമിക്കാനുള്ളതാണോ, പ്രണയിക്കാനുള്ളതാണ്. മതിയാവോളം തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഭാര്യയെ പ്രണയിച്ച് വീർപ്പ് മുട്ടിച്ച് ജീവിതത്തെ ഒരു മനോഹര വല്ലരിയാക്കിയിട്ട് ആസ്വദിക്കേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന് വരും. ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ കഴിയുന്നതും ഒരു പ്രണയത്തിൻ്റെ കാരണമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സീക്രട്ട് അടങ്ങുന്നതാണ് സെൽഫ് മാസ്റ്ററി. സ്വാഗതം സെൽഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക്. ഒരു ദിവസം 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിനെ റീപ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് ഇത് പഠിക്കേണ്ടത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത്? താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. സ്വാഗതം.